നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 25-26 തീയതികളിൽ 27 തീയതികളിൽ 3 ദിവസം കർക്കിടകം രാശിക്കും കർക്കിടക ലഗ്നത്തിനും നല്ല ദിവസങ്ങളാണ്. കർക്കിടക രാശി എന്ന് പറയുമ്പോൾ പൂർണ്ണർദ്ധം, അവസാന പാദം, പൂയായില്യം. ഓക്കെ. അപ്പോൾ ഇവർക്ക് ഈ ദിവസങ്ങളിൽ സർപ്പവും വ്യാഴവും പ്രതികൂലമാണ്. 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഓക്കെ. ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായ സംശയങ്ങൾക്ക് ദയവായി എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. അപ്പോൾ ഈ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ളൊരു പരിഹാരം, എല്ലാ വ്യാഴാഴ്ചയും പറ്റുമെങ്കിൽ വ്രതമെടുത്ത് മഹാവിഷ്ണുവിന്, അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് ഒരു തുളസിമാല ചാർത്തുക. പിന്നെ പാൽപ്പായസം കഴിപ്പിക്കുക. പിന്നെ സഹസ്രനാമാർച്ചന ചെയ്യാം. പിന്നെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും. അതായത് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. പിതൃസ്വത്ത് ലഭിക്കാം. കാര്യം ചൊവ്വയും സൂര്യനും ഇവിടെ അനുകൂലമാണ്, ശുക്രനും. ഓക്കെ. പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കേസുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് രമ്യമായിട്ട് പരിഹൃതമാകാനുള്ള സാധ്യത കാണുന്നു. തൊഴിൽ ലാഭം, അതായത് ഇടവ മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള വിജയം ഉണ്ടാവും. അതുപോലെ തന്നെ പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം, കൂടാതെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവും ഉണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ ചന്ദ്രനും ഇവിടെ അനുകൂലമാണ് ഈ ദിവസങ്ങളിൽ. അപ്പോൾ നേട്ടങ്ങളുണ്ട്. പക്ഷേ ഈ നേട്ടങ്ങളെല്ലാം നമുക്ക് കരഗതമാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കണമെങ്കിൽ കുറേ അനുഷ്ഠാനങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. ചുമ്മാ ഒന്നും വെറുതെ ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ. അത് ശരിയായ രീതിയിൽ, അതായത് ശാസ്ത്രീയമായ രീതിയിൽ പ്രാർത്ഥിച്ചെങ്കിലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അനുഭവവേദ്യമാകുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ പറഞ്ഞുതരാം ഡീറ്റെയിൽഡായിട്ട്. ഇപ്പോൾ ചുരുക്കത്തിൽ ഒന്ന് പറയാം. കൃത്യനിഷ്ഠ പാലിക്കുക എല്ലാ കാര്യത്തിലും. ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് ഉണർന്ന് കുളിച്ച് വൃത്തിയായി ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചിരിക്കണം. അത് ഒരു ദിവസം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് നേട്ടമൊന്നും ഉണ്ടാവില്ല. മറിച്ച് ജീവിതകാലം മുഴുവൻ നമ്മുടെ ഈ ജീവിതചര്യ, ജീവിതക്രമം, ഒരു ടൈം ടേബിൾ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ജീവിതത്തിന്. ആ ടൈം ടേബിളൊന്ന് മാറ്റിമറിക്കണം. നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേക്കാൻ പറ്റും. ഓക്കെ. 4 മണിക്കും 3 മണിക്കും ഒന്നും എഴുന്നേക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 5 മണിക്കൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് തട്ടിമുട്ടി ഒക്കെ എഴുന്നേക്കാം. പെട്ടെന്ന് കുളിച്ച്
ഇപ്പോൾ 25 ബ്രഹ്മമുഹൂർത്തം വരുന്നത് 4:29 AM മുതൽ 5:17 AM വരെയാണ്. അപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റ് നമുക്ക് ഒരു 5:13 പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ നല്ലത്. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അത് ഏതൊക്കെ മന്ത്രങ്ങൾ, കോടിക്കണക്കിന് മന്ത്രങ്ങളുണ്ട്, അതെല്ലാം കൂടെ നമുക്ക് ജീവിതകാലം മുഴുക്കെ ഇരുന്ന് ചൊല്ലിയാലും തീരത്തില്ല. അപ്പോൾ സെലക്ട് ചെയ്ത് ചില മന്ത്രങ്ങൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മന്ത്രം ചൊല്ലുക. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം കൃത്യസമയത്തായിരിക്കണം. അതുപോലെ തന്നെ കുളിക്കുന്നത്, ആഹാരം കഴിക്കുന്നത്, ഇതെല്ലാം തന്നെ കൃത്യസമയത്ത് പാലിക്കുക. അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണ്, ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മൾ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ, ഇതെല്ലാം തന്നെ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, അതുപോലെ തന്നെ ഇത് കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ, ഇവയെല്ലാം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ എന്നെ ബന്ധപ്പെടുക. അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും കർക്കിടകം രാശിക്കാർക്ക് മാത്രമല്ല, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.